ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എണീറ്റപ്പോൾ തന്നെ ഇവിടെ JCB അല്ല കേട്ടോ, JCBയുടെ വേറൊരു സംഭവമില്ലേ ചെറുത്, അതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ആ സാധനം വന്നിട്ടുണ്ട് കേട്ടോ, ഞങ്ങളുടെ വീട്ടിലേക്കല്ല, തൊട്ടപ്പുറത്തെ വീട് ഞാനൊന്ന് പറയണ്ടായിരുന്നു പൊളിക്കാനിട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ ആ വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ, അവിടെ പൊളിക്കാനായിട്ട്. അപ്പോൾ അവർ രാവിലെ തന്നെ ഇവിടെ ഇറങ്ങിയിരുന്ന് അത് നോക്കിക്കൊണ്ടാണ് പുറത്തിരുന്ന് ചായ കുടിക്കുകയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇവിടെ ജനൽ തുറന്നിട്ട് കൊടുത്തപ്പോൾ അവിടെ അങ്ങനെ നിന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ജനലിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം കേട്ടോ. അപ്പോൾ അവരവിടെ നിർത്തിയിട്ട് ഞാൻ വേഗം അവിടെ നിന്ന് ഓടി പോകുന്നു. വേഗത ഇപ്പോൾ ഗ്രീൻ പീസൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയതിൻ്റെ ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെക്കണേ. പിന്നെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണം കേട്ടോ കൂട്ടുകാരെ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. കൂടെ തന്നെ ഷെയറും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ ഇപ്പോൾ അതേ ഗ്രീൻ പീസിലേക്ക് ഞാൻ ഒരു തക്കാളി അരിഞ്ഞിടുന്നുണ്ട്, ചെറിയ തക്കാളി ആട്ടോ. പിന്നെ ഒരു ചെറിയൊരു സബോളയും കൂടി എടുത്തിട്ടുണ്ട്, അതും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് നാളികേരം അരച്ചിട്ട് വെക്കാമെന്നാട്ടോ വിചാരിക്കുന്നത്. പിന്നെ ഇനി വലിയ എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല കേട്ടോ, ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളൂ, വലിയ പ്രതീക്ഷയൊന്നുമില്ല കഴിക്കും എന്നുള്ളത്. പക്ഷേ എനിക്ക് നൂലപ്പം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് കറി വേണം കേട്ടോ, എന്നാലും എനിക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളൂ. ഇവിടെ മക്കൾക്കാണെന്നുണ്ടെങ്കിൽ പാല് പിഴിയണം. അപ്പോൾ എന്തായാലും ഞാനിതൊന്ന് ചെയ്ത് നോക്കാം, എന്നിട്ട് ചോദിച്ച് നോക്കാം. എന്തായാലും അവരവിടെ പുറത്തിരിക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതിലേക്ക് ഞാനിപ്പോൾ ഇത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചത് അങ്ങനെ ഒരു 3-4 വിസിലടിക്കാനായിട്ട് അങ്ങനെ കുക്കർ അടുപ്പത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുക്കർ ഇതിപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നൂലപ്പത്തിലേക്കുള്ള മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തിളച്ച വെള്ളത്തിലൊന്ന് ഞാൻ കുഴച്ചെടുത്തതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് സുഡാപ്പി നൂലപ്പാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എനിക്ക് പാലില്ലാണ്ട് കഴിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ രക്ഷയൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഒരു നാളികേരം അങ്ങനെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറിയിലേക്ക് കൊടുക്കാൻ നമുക്ക് പാലും പിഴിയാലും വിചാരിച്ചിട്ട് അങ്ങനെ നാളികേരമൊക്കെ ഒന്ന് ചിരവിയെടുക്കുന്നുണ്ട്. പിന്നെ നാളികേരം ഞാൻ കറിയിലേക്കുള്ളത് ആദ്യം ഒന്ന് അരച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതവിടെ പാല് പിഴിയത് കറിയിലേക്കുള്ളതാണ് കേട്ടോ. അരച്ച് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പാല് പിഴിയാനുള്ളത് ഞാനൊന്ന് ഇതേപോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം അധികം ചേർത്തിട്ടാണ് കേട്ടോ അടിച്ചെടുത്തത്. ആദ്യം ഒന്ന് ജസ്റ്റ് അടിച്ചെടുക്കും, പിന്നെ നമ്മൾ വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ. ഫുള്ളായിട്ട് വെള്ളത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അടിഞ്ഞ് കിട്ടില്ല, നാളികേരം അങ്ങനെ കിടക്കും ചെയ്യും, പാലിന് കട്ടി ഉണ്ടാവില്ല കേട്ടോ. ഇതിപ്പോൾ നല്ല കട്ടിയുള്ള പാലിന് കേട്ടോ, ഞാൻ 1-ാം പാല് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഇപ്പോൾ അതിലേക്ക് പഞ്ചസാരയും ഉപ്പൊക്കെ നമ്മൾ കഴിക്കുന്ന നേരത്തെ ഇട്ട് കൊടുക്കാമല്ലോ. അപ്പം അങ്ങനെ അത് ഞാൻ അവിടെ നിന്ന് അടച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇതവിടെ ഗ്രീൻ പീസൊക്കെ വിസിലടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി വേഗം നൂലപ്പൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ അതുപോലെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കുറേ പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, ലൈക്ക് ചെയ്തിട്ടും കമൻറ്റ് ഇട്ടിട്ടൊക്കെ കുറേ പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. തുടർന്നും നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ, ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടേ. പിന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ എനിക്ക് വീഡിയോസൊക്കെ ഒന്ന് ചെയ്യാനൊക്കെ ഒരു ഒരു ഇതൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ, സന്തോഷവും. അതുപോലെ തന്നെ എല്ലാവരും കാണുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് തോന്നും ഇനിയും വീഡിയോ ചെയ്യണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടാവുള്ളൂ. അങ്ങനെ കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഞാനിപ്പോൾ നൂലപ്പൊക്കെ ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നൂലപ്പൊക്കെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് വേറെ ഞാനൊരു വീഡിയോയിൽ കണ്ടായിരുന്നു കേട്ടോ, ഞാൻ നൂലപ്പം എന്നിട്ട് ഫുള്ളായിട്ട് അതിൽ തന്നെ പറ്റി പിടിച്ചെടുക്കുക. പിന്നെ നമ്മൾ കഴുകാനൊക്കെ ഭയങ്കര പാടായിട്ട് അങ്ങനെ പറയാനായിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പറ്റി പിടിച്ചിരിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ കുറച്ച് മാത്രം കേട്ടോ എണ്ണ ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ആ തട്ടിലൊന്ന് നൂലപ്പം പിഴിഞ്ഞെടുക്കുന്നതിന് മുമ്പായിട്ട് ആ തട്ടിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ വെള്ളം തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് അതിലേക്ക് തട്ടൊന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കത് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മൾ വാട്ടിയിട്ടാണല്ലോ ഉണ്ടാക്കിയെടുക്കുന്നത്, അപ്പോൾ അധികം വേവിൻ്റെ ആവശ്യം വേണ്ടി വരില്ല കേട്ടോ തിളച്ചതിന് ശേഷം വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഇതേ ഇപ്പം ഗ്രീൻ പീസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ നാളികേരം അരച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാളികേരത്തിലൊന്നും ഞാൻ വേറെ ഒന്നും ചേർത്തിട്ടൊന്നുമില്ല കേട്ടോ. നന്നായി തിളപ്പിച്ചെടുത്തതിന് ശേഷം ഉപ്പൊക്കെ നോക്കിയപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ് കേട്ടോ. പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്ത സമയത്ത് ഓർമ്മയില്ലാണ്ട് ആദ്യം ഓയിലിൻ്റെ കുപ്പിയായിരുന്നു കേട്ടോ എടുത്ത് ഒഴിച്ചത്. അപ്പോൾ സൺഫ്ലവർ ഓയിലും വെളിച്ചെണ്ണയും ഒരുപോലെ ഇരിക്കല്ലേ, കളറൊക്കെ ഏകദേശം ഒരേപോലെയാണല്ലോ തോന്നുക. അങ്ങനെ തെറ്റിപ്പോയിട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് ഉറ്റിച്ചപ്പോഴാണ് കേട്ടോ ഓർമ്മ വന്നത്. പിന്നെ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഒരു പത വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്പം ഞാൻ കടുക് ഒന്ന് പൊട്ടിച്ചെടുത്ത് പിന്നെ കുറച്ച് കറിവേപ്പിലൊക്കെ എടുത്തത് അങ്ങനെ കറി അങ്ങോട്ട് താളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ.
പിന്നെ ആ സമയം കൊണ്ട് ഇതേ നൂലപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ചൂടോട് കൂടിയിട്ട് തന്നെ കേട്ടോ ഞാനിങ്ങനെ തട്ടി കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, നോക്കി പാത്രത്തിലൊന്നും പറ്റി പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ നമുക്ക് കൈ കൊണ്ട് എടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ചൂടുണ്ടെന്ന് പറഞ്ഞിട്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. വേഗം വേഗം എടുത്ത് ഞാനങ്ങനെ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ദേ തട്ടിലൊന്നും ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ അടുത്തതും ഞാൻ അതുപോലെ തന്നെ ആവാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ആവാനുള്ള ക്ഷമയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ നാളികേരപ്പാലായി എന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് അവർ ആയോ ആയോ എന്ന് പറഞ്ഞ് ചോദിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അതിൽ കുറച്ച് പഞ്ചസാര ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിപ്പോൾ അവർക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ ചോറിനുള്ള അരി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് കേട്ടോ സോപ്പ് പൊടി വന്നിട്ടുണ്ട്. ഞങ്ങളിവിടുന്ന് ഓട്ടോറിക്ഷയിൽ ഒരാൾ സോപ്പ് പൊടി കൊണ്ടുവരാറുണ്ട് കേട്ടോ. അപ്പോൾ അവരെ കയ്യിൽ ഇപ്പോൾ അതേ ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. നൈറ്റി തുണിയല്ല, നൈറ്റി, പിന്നെ നൈറ്റ് ഡ്രസ്സ്, അതേപോലെ ചെരുപ്പ്, സോപ്പ് പൊടി, പിന്നെ നമ്മളെ ഹാർപ്പിക്ക്, ഫെനോയിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ സോപ്പ് പൊടി ഞാൻ അളയുന്ന കേട്ടോ സ്ഥിരമായിട്ട് മേടിക്കാറ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എൻ്റെ ഒരു ചെരുപ്പ് കാണാനില്ല കേട്ടോ. അപ്പോൾ ഞാൻ പുതിയ പുറത്തേക്ക് പോകുന്ന ചെരുപ്പാണ് കേട്ടോ വീട്ടിൽ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇവർ വരുമ്പോൾ മേടിക്കാമെന്ന് വെച്ചിട്ട് നിന്നായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഇതൊരു 130 രൂപയുടെ ഒരു ചെരുപ്പ് വീട്ടിലിടാനായിട്ട് മേടിച്ചതാണ് കേട്ടോ. പിന്നെ ഇതേ ചോറൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ഇതൊന്ന് റൈസ് കുക്കറിലേക്ക് മാറ്റാം. പിന്നെ ഞാൻ ഇന്നലെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു മീൻ മേടിച്ചത് കേട്ടോ. അപ്പോൾ ആ മീൻ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് വറക്കാനുള്ളത് ഞാൻ അവിടെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാം തക്കാളിയൊക്കെ നുറുക്കി കഴിഞ്ഞതിൻ്റെ ശേഷം ഓർമ്മ വന്നിന് ഇരുമ്പും പുളി ഇട്ടിട്ട് കറി വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വന്ന് നോക്കിയപ്പം മരത്തുമ്പിലൊന്നും ഇരുമ്പും പുളി മൂത്തിട്ടില്ല കേട്ടോ. നിറച്ചും ആയി നിൽക്കുന്നുണ്ട്, പക്ഷെ ഒന്നും മൂത്തിട്ടില്ലെങ്കിൽ എന്താ വെച്ചാൽ പുളി കുറവായിരിക്കും കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനത് പറിച്ചില്ല. പിന്നെ വേഗത ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഉലുവ ഒന്ന് പൊട്ടിച്ചെടുത്ത് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തു. വെളുത്തുള്ളി ഒരു ചോള വെളുത്തുള്ളി ഞാൻ എടുത്തത് കേട്ടോ, ഒരു അല്ലി. അതന്നെ നല്ല വലുപ്പമുള്ള വെളുത്തുള്ളിയായിരുന്നു കേട്ടോ. അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് പിന്നെ സബോളയും തക്കാളിയും പച്ചമുളകും ഒക്കെ കൂടി നന്നായിട്ടൊന്നും കൂടി വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. തക്കാളി നല്ല വലിപ്പമുള്ള ഒരെണ്ണം ഉണ്ടെങ്കിൽ ആ ഒരു തക്കാളി എടുത്താൽ മതി, ഇല്ലെങ്കിൽ 2 തക്കാളിയൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ 1.5 ടീസ്പൂൺ മുളക് പൊടി, അപ്പോൾ എരിവ് കുറവുള്ള മുളക് പൊടിയാണ്, അത് കാരണം 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ഇനി ആ മസാലയുടെ ഒക്കെ ഒരു പച്ച മണമൊക്കെ അങ്ങോട്ട് പോയതിൻ്റെ ശേഷം എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരില്ലേ, ആ സമയത്ത് നമുക്കതിലേക്ക് പുളിയൊന്ന് പിഴിഞ്ഞൊഴിക്കാം കേട്ടോ. അപ്പോൾ പുളി ഞാൻ വെള്ളത്തിലിടാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെച്ച് കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കിയിട്ട് അതിലിട്ട് വെച്ചു. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ അങ്ങോട്ട് കുതിർന്ന് കിട്ടും കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഇതേ പുളിയൊക്കെ ഒന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഉപ്പൊക്കെ ചേർത്ത് ഞാൻ ഇവിടെ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ ചട്ടിയിലാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ മീൻ വറുക്കാനുള്ളതും കൂടി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അയില ഒരു 2 അയില എടുത്തിട്ട് 4 കഷ്ണമാക്കിയിട്ടാണ് കേട്ടോ പൊരിക്കാനെടുത്തത്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് ഒരു പ്രാവശ്യം കറി വെക്കാനുള്ള അയിലയും കൂടിയാണ് ഇട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ചാളയും കുറച്ച് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മീനൊക്കെ മേടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി എന്തെങ്കിലും കറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പൊരിച്ചെടുക്കാനൊക്കെ വറവായിട്ട് അത് മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. പിന്നെ ഇതേ ചാളക്കറിയൊക്കെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം മിളക് ചാറൊന്ന് തിളച്ച് വന്നതിന് ശേഷം ചാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പറയുന്നത് എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിപ്പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ, എന്താണെന്നറിയില്ല. പിന്നെ ഇതിപ്പോൾ മീനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിടാൻ വേണ്ടി ചട്ടകം നോക്കിയപ്പോഴേക്കും പാത്രം എടുത്തിട്ട് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അരിപ്പ കയ്യിൽ വെച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ദേ മീൻ കറിയൊക്കെ ആയതിൻ്റെ ശേഷം ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ മുകളിലായിട്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ ബൈ ബൈ.